ഹലോ എവ്രി വൺ, വെൽക്കം ടു നെക്സ്റ്റ് സ്റ്റെപ്പ് ലേണിംഗ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അമൃതം നുകരാം എന്ന ഒന്നാമത്തെ യൂണിറ്റിലെ കൊയക്കട്ട എന്ന കവിതയാണ് കേട്ടോ. അപ്പോൾ ക്ലാസ് കാണുന്ന കൂട്ടുകാരിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ ക്ലാസ് ഇഷ്ടമായാൽ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. മുനിഞ്ഞു കത്തുന്നു മിന്നാമീനുങ്ങു പോൽ ചിമ്മിനിക്കൂടകലയായി കൂര തോറും മലഞ്ചെരിവിൽ മഴ ചിന്നിത്തേറിക്കുന്ന ചായ്പിലൊറ്റക്കിരുന്നു ഞാൻ വഴിവക്കിൽ മിഴി നട്ടു കാത്തിരിക്കുന്നു. ഈ കവിത ഒരു കുട്ടിയുടെ ബാല്യകാല ഓർമ്മകളോടെയാണ് ആരംഭിക്കുന്നത്. മഴ പെയ്യുന്ന ഒരു സായാഹ്നത്തിൽ കുട്ടി വീടിന്റെ ചായ്പിൽ ഒറ്റയ്ക്കിരുന്ന് വഴിയിലേക്ക് കണ്ണും നട്ട് വലിയമ്മയെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ദൂരെയുള്ള മലഞ്ചെരിവിലെ വീടുകളിൽ കത്തുന്ന ചിമ്മിനി വിളക്കുകൾ മിന്നാമിനുങ്ങുകളെ പോലെ തിളങ്ങി കാണുന്നു. ചിമ്മിനി വിളക്കെന്ന് പറയുന്നത് മണ്ണെണ്ണ കൊണ്ട് കത്തിക്കുന്ന ഒരു വിളക്കാണ് കേട്ടോ, ചില്ലുകൊണ്ട് കവർ ചെയ്തിട്ടുള്ള. മഴയും സന്ധ്യയും ചേർന്ന മനോഹരമായ പ്രകൃതി ദൃശ്യത്തിനിടയിൽ വലിയമ്മയുടെ വരവിനായുള്ള കുട്ടിയുടെ ആകാംക്ഷയും സ്നേഹവും കവി ഹൃദയസ്പർശിയായി അവതരിപ്പിക്കുന്നു. ചരൽ കുന്നു കയറിയും ഇറങ്ങിയും മരങ്ങൾ തന്നിടയിലൂടൊരു രൂപം തെളിയുന്നുണ്ടോ, വരുന്നുണ്ടോ വരുന്നുണ്ടോ പാടമേറി വരമ്പേറി വലിയമ്മ നേരമേറെ മോന്തിയായല്ലോ. ഈ വരികളിൽ കുട്ടിയുടെ ആകാംക്ഷ നിറഞ്ഞ കാത്തിരിപ്പാണ് കവി ചിത്രീകരിക്കുന്നത്. മരങ്ങൾ നിറഞ്ഞ വഴിയിലൂടെ വലിയമ്മ വരുന്നുണ്ടോ എന്ന് കുട്ടി പ്രതീക്ഷയോടെ നോക്കിക്കൊണ്ടിരിക്കുന്നു. പാടവും വരമ്പും കടന്ന് വലിയമ്മ വരുമോ എന്ന് കുട്ടി വീണ്ടും വീണ്ടും ചോദിക്കുന്നു. ഈ ആവർത്തിച്ചുള്ള ചോദ്യം കുട്ടിയുടെ വലിയമ്മയോടുള്ള സ്നേഹവും അവരെ എത്രമാത്രം കാണാൻ കൊതിക്കുന്നുവെന്നും വ്യക്തമാക്കുന്നു. സന്ധ്യയായതിനാൽ ഇരുട്ട് വീഴാൻ തുടങ്ങുന്നു. മഴയും ഇരുട്ടും കാരണം വലിയമ്മയ്ക്ക് യാത്ര ബുദ്ധിമുട്ടാകുമോ എന്ന ആശങ്കയും കുട്ടിക്കുണ്ട്. അതുകൊണ്ട് വലിയമ്മ എത്രയും വേഗം എത്തണമെന്നാണ് കുട്ടി ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നത്. സ്മരണയിൽ മണക്കുന്ന കൊതിയൂറും കൊയക്കട്ട മടിക്കുത്തിൽ ഭദ്രമായി പൊതിഞ്ഞു കെട്ടി മഴയത്തു നനഞ്ഞൊട്ടി വലിയമ്മ വരുമിപ്പോൾ കോറമ്പയും ചൂടി വയൽ വരമ്പിലൂടെ. ഈ വരികളിൽ കുട്ടിയുടെ കാത്തിരിപ്പിന്റെ കാരണം കവി വ്യക്തമാക്കുന്നു. കുട്ടി വലിയമ്മയെ മാത്രമല്ല, അവർ സ്നേഹത്തോടെ കൊണ്ടുവരുന്ന കൊയക്കട്ടയെയും കാത്തിരിക്കുകയാണ്. വലിയമ്മ ഒരിക്കലും വെറും കൈയോടെ വരാറില്ല. അരിപ്പൊടി, തേങ്ങ, ശർക്കര എന്നിവ ചേർത്തുണ്ടാക്കിയ രുചികരമായ കൊയക്കട്ട അവർ മടിക്കുത്തിൽ ഭദ്രമായി പൊതിഞ്ഞു കൊണ്ടുവരും. മഴ പെയ്യുന്ന സമയമായതിനാൽ മഴയിൽ നിന്ന് രക്ഷപ്പെടാൻ കർഷകർ ഉപയോഗിക്കുന്ന കൊറമ്പ, ഓലയും ഈറ്റയും കൊണ്ട് നിർമ്മിച്ച മഴക്കവചം ധരിച്ചാണ് വലിയമ്മ വരുന്നത്. എന്നിട്ടും മഴയിൽ നനഞ്ഞുകൊണ്ടാണ് അവർ വയൽ വരമ്പിലൂടെ കുട്ടിയെ കാണാൻ എത്തുന്നത്. വലിയമ്മയുടെ സ്നേഹവും കരുതലും ഈ വരികളിലൂടെ കവി മനോഹരമായി അവതരിപ്പിക്കുന്നു. വലിയമ്മ വന്ന പാടെ പണിയിടങ്ങളിൽ നിന്നും കരുതിയ പലഹാര പൊതി തുറക്കാൻ ഇറയത്തു മിഴി നട്ടു ചെറുമക്കൾ ഞങ്ങളന്ന് കൊതിയോടെ കാത്തിരുന്ന മധുര ബാല്യം. ഈ വരികളിൽ വലിയമ്മയുടെ വരവിനായി കാത്തിരിക്കുന്ന കൊച്ചുമക്കളുടെ സന്തോഷമാണ് കവി ചിത്രീകരിക്കുന്നത്. വലിയമ്മ പണിസ്ഥലത്തു നിന്ന് വരുമ്പോൾ കുട്ടികൾക്കായി പലഹാരം കൊണ്ടുവരുമെന്ന് അവർക്കറിയാം. അതുകൊണ്ട് വലിയമ്മ വന്ന ഉടൻ തന്നെ പലഹാരപ്പൊതി തുറക്കാൻ അവർ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു. വലിയമ്മ കൊണ്ടുവരുന്ന പലഹാരം ഒരു ഭക്ഷണം മാത്രമല്ല, അവരുടെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും പ്രതീകമാണ്. ആ സ്നേഹവും സന്തോഷവും നിറഞ്ഞ ബാല്യകാല ഓർമ്മകളെയാണ് കവി മധുര ബാല്യം എന്ന് വിശേഷിപ്പിക്കുന്നത്. ആദിയിലുണ്ട് വാത്സല്യത്തിൻ പാൽനീലാവ് ജന്മാന്തര സുഹൃതത്തിൻ ഹരിതാഭ നിറഞ്ഞ പാടം. അതിലുണ്ട് മണ്ണിനാഴം തോടും താളം വാനിനോളം പടരുന്ന തണൽ വൃക്ഷ കുളിർ പടർപ്പും. അതിലുണ്ട് പഴങ്കഥ പാട്ടുമൂളും നാട്ടിനീണം കടങ്കഥ പൊരുൾ ജീവൽ പ്രപഞ്ച പാഠം. ഈ പലഹാരപ്പൊതി വെറും ഒരു ഭക്ഷണം മാത്രമല്ല, വലിയമ്മയുടെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും പ്രതീകമാണ്. പച്ചപ്പ് നിറഞ്ഞ നെൽപ്പാടങ്ങളുടെ അധ്വാന ഫലമായ അരി കൊണ്ടാണ് കൊഴുക്കട്ട ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് അതിൽ മണ്ണിന്റെ മണവും പ്രകൃതിയുടെ അനുഗ്രഹവും നിറഞ്ഞിരിക്കുന്നു.
ആകാശം വരെ പടർന്നു നിൽക്കുന്ന തണൽ മരങ്ങളുടെ കുളിരും അതിൽ അലിഞ്ഞു ചേർന്നതായി കവി സങ്കല്പിക്കുന്നു. വലിയമ്മ പാടിയ നാടൻ പാട്ടുകളും പറഞ്ഞ പഴങ്കഥകളും കടങ്കഥകളും കുട്ടികൾക്ക് നൽകിയ ജീവിത പാഠങ്ങളും ഈ കൊഴുക്കട്ടയുടെ മധുരത്തോടൊപ്പം അവരുടെ മനസ്സിൽ ഇന്നും നിലനിൽക്കുന്നു. അതുകൊണ്ടാണ് ആ ചെറിയ കൊഴുക്കട്ടയ്ക്ക് കവി ഇത്ര വലിയ വില നൽകുന്നത്. പനി വന്നാൽ നെറ്റി തൊട്ടു നനവാർന്ന ശീല വച്ചു തണുപ്പിക്കും കരസ്പർശ കുളിരുമുണ്ട്. മുറിവേറ്റാലിലപ്പച്ച പിഴിഞ്ഞിറ്റിച്ചതിന്നീറ്റൽ ശമിപ്പിക്കും നാട്ടുവൈദ്യ പെരുമയുണ്ട്. ഈ വരികളിൽ വലിയമ്മയുടെ സ്നേഹവും കരുതലുമാണ് കവി ഓർമ്മിക്കുന്നത്. കുട്ടികൾക്ക് പനി വന്നാൽ വലിയമ്മ നെറ്റിയിൽ നനഞ്ഞ തുണി വച്ച് സ്നേഹത്തോടെ പരിചരിക്കും. അവരുടെ കൈകളുടെ മൃദുസ്പർശം കുട്ടികൾക്ക് ആശ്വാസവും തണുപ്പും നൽകും. മുറിവേറ്റാൽ ഔഷധ ഗുണങ്ങളുള്ള ഇലകൾ അരച്ച് മുറിവിൽ പുരട്ടി വേദന ശമിപ്പിക്കുകയും ചെയ്യും. നാട്ടുവൈദ്യത്തെക്കുറിച്ചുള്ള വലിയമ്മയുടെ അറിവും അനുഭവവും ഇവിടെ വ്യക്തമാകുന്നു. വലിയമ്മ കൊണ്ടുവരുന്ന കൊഴുക്കട്ട ഒരു പലഹാരം മാത്രമായിരുന്നില്ല. അതിൽ സ്നേഹവും വാത്സല്യവും മാത്രമല്ല, നമ്മുടെ നാട്ടിൻപുറത്തിന്റെ സംസ്കാരവും നാട്ടറിവും നിറഞ്ഞിരുന്നു. മരുന്നുകൾ എളുപ്പത്തിൽ ലഭ്യമല്ലാതിരുന്ന കാലത്ത് പ്രകൃതിയിൽ നിന്ന് രോഗങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്താനുള്ള അറിവ് നമ്മുടെ നാട്ടു സംസ്കാരത്തിന്റെ പ്രത്യേകതയായിരുന്നു. കുട്ടിക്കാലത്ത് കൊഴുക്കട്ടയുടെ മധുരം മാത്രമാണ് കുട്ടി ആസ്വദിച്ചത്. എന്നാൽ വളർന്നു വലുതായപ്പോൾ അതിൽ വലിയമ്മയുടെ സ്നേഹവും നാട്ടറിവും സംസ്കാരവും ജീവിത മൂല്യങ്ങളും ഒളിഞ്ഞിരിക്കുന്നുവെന്ന് കവി തിരിച്ചറിയുന്നു. അകന്നു പോയവയെല്ലാം വലിയമ്മ മറവിതൻ കരിമ്പാടം പുതച്ചെങ്ങോ മറഞ്ഞുപോയി. വയലുകൾ നികന്നെങ്ങും നഗരത്തി വിഭവങ്ങൾ വിളമ്പുന്ന മണിമേടയുയർന്നു വാനിൽ. ഈ വരികളിൽ കവിയുടെ മനസ്സിലെ ദുഃഖമാണ് പ്രകടമാകുന്നത്. ഒരു കാലത്ത് സ്നേഹവും സന്തോഷവും നിറച്ചിരുന്ന വലിയമ്മ ഇന്ന് ഓർമ്മകളിൽ മാത്രമാണ്. വലിയമ്മയോടൊപ്പം അവരുടെ സ്നേഹവും ഗ്രാമീണ ജീവിതത്തിന്റെ നന്മകളും പതിയെ അകന്നുപോയി. മുമ്പ് പച്ചപ്പ് നിറഞ്ഞിരുന്ന വയലുകൾ നിരത്തി അവിടെയെല്ലാം വലിയ കെട്ടിടങ്ങൾ ഉയർന്നു. നഗരത്തി വിഭവങ്ങൾ എന്ന പ്രയോഗത്തിലൂടെ നഗരവൽക്കരണത്തിന്റെ പേരിൽ പ്രകൃതിയെയും വയലുകളെയും നശിപ്പിക്കുന്ന മാറ്റത്തെയാണ് കവി സൂചിപ്പിക്കുന്നത്. പച്ചപ്പ് നിറഞ്ഞ ഗ്രാമങ്ങളും വയലുകളും ഇല്ലാതായി. അവയുടെ സ്ഥാനത്ത് കോൺക്രീറ്റ് കെട്ടിടങ്ങൾ ഉയർന്നു. പ്രകൃതിയും പച്ചപ്പും വലിയമ്മയെപ്പോലുള്ള സ്നേഹബന്ധങ്ങളും ഗ്രാമീണ ജീവിതത്തിന്റെ നന്മകളും നഷ്ടപ്പെട്ടുവെന്ന ദുഃഖമാണ് കവി ഇവിടെ പങ്കുവയ്ക്കുന്നത്. പല ദേശങ്ങളിൽ നിന്നും വിലയേറും പലഹാരം പലതും ഞാൻ അതിൽ പിന്നെ കഴിച്ചെന്നാലും വലിയമ്മ കൊണ്ടുവന്ന കോയക്കട്ടയോളമൊന്നും പകർന്നില്ല രുചി എന്നിൽ സ്മൃതിയിൽ ഹൃത്തിൽ. ജീവിതത്തിൽ പിന്നീട് പല ദേശങ്ങളിൽ നിന്നുള്ള വിലയേറിയ പലഹാരങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും വലിയമ്മ സ്നേഹത്തോടെ കൊണ്ടുവന്ന കൊയക്കട്ടയുടെ രുചിക്ക് തുല്യമായി ഒന്നും തോന്നിയില്ലെന്ന് കവി പറയുന്നു. കാരണം ആ കൊയക്കട്ടയുടെ മധുരം നാവിൽ മാത്രമല്ല, ഓർമ്മകളിലും ഹൃദയത്തിലും എന്നും നിറഞ്ഞു നിൽക്കുന്നു. അതിൽ വലിയമ്മയുടെ സ്നേഹവും വാത്സല്യവും കരുതലും ഒളിഞ്ഞിരിക്കുന്നു. അതുകൊണ്ടാണ് ആ രുചി ഒരിക്കലും മായാതെ മനസ്സിൽ നിലനിൽക്കുന്നത്. വലിയമ്മയുടെ സ്നേഹവും ഗ്രാമീണ ജീവിതത്തിന്റെ നന്മകളും ഊഷ്മളമായ മനുഷ്യബന്ധങ്ങളുടെ മൂല്യവും ഓർമ്മപ്പെടുത്തുന്ന കവിതയാണ് കൊയക്കട്ട. ആദ്യത്തെ പ്രവർത്തനം കവിത ഈണത്തിലും താളത്തിലും ചൊല്ലുവാനാണ്. അപ്പോൾ വീഡിയോയിൽ ഈണത്തിൽ ചൊല്ലിയിട്ടിട്ടുണ്ട്. ഒന്ന് കേട്ട് 1-2 തവണ കേൾക്കുക, ശേഷം കൂടെ ചൊല്ലി പഠിക്കുക കേട്ടോ. അടുത്തത്, മലഞ്ചെരുവിലെ കൊച്ചു വീടുകളിൽ കത്തുന്ന വിളക്കുകളെ കവിതയിൽ എങ്ങനെ വിശേഷിപ്പിച്ചിരിക്കുന്നു? മലഞ്ചെരുവിലെ കൊച്ചു വീടുകളിൽ കത്തുന്ന വിളക്കുകളെ കവി മിന്നാമിനുങ്ങുകളോട് ഉപമിച്ചിരിക്കുന്നു. മുനിഞ്ഞു കത്തുന്ന ചിമ്മിനിക്കൂടുകളിലെ വെളിച്ചം അകലെ നിന്ന് നോക്കുമ്പോൾ മിന്നാമിനുങ്ങുകളെ പോലെ തോന്നുന്നു എന്നാണ് കവി മനോഹരമായി ചിത്രീകരിച്ചിരിക്കുന്നത്. നേരമേറെ മോന്തിയായല്ലോ എന്ന് ആശങ്കപ്പെടാൻ എന്താവും കാരണം? ഉത്തരം, കുട്ടി വലിയമ്മയെയും അവർ കൊണ്ടുവരുന്ന കൊയക്കട്ടയെയും കാത്തിരിക്കുകയാണ്. മൂവന്തി, അതായത് സന്ധ്യാസമയം. മൂവന്തി ആയിട്ടും വലിയമ്മ എത്താത്തതിനാൽ കുട്ടിക്ക് ആശങ്കയാകുന്നു. മഴയും ഇരുട്ടും കാരണം വലിയമ്മയുടെ യാത്ര കൂടുതൽ ബുദ്ധിമുട്ടാകുമോ എന്ന ചിന്തയും കുട്ടിയുടെ ആശങ്ക വർദ്ധിപ്പിക്കുന്നുണ്ട്. വലിയമ്മ കൊണ്ടുവരുന്ന കൊയക്കട്ടയിൽ രുചിക്കപ്പുറം എന്തെല്ലാം അടങ്ങിയിട്ടുണ്ട്? വലിയമ്മ കൊണ്ടുവരുന്ന കൊയക്കട്ടയിൽ രുചി മാത്രമല്ല, വലിയമ്മയുടെ സ്നേഹവും വാത്സല്യവും നിറഞ്ഞിരിക്കുന്നു. തലമുറകളുടെ അധ്വാന ഫലമായ പാടത്തിന്റെ പച്ചപ്പും അതിലുണ്ട്. മണ്ണിന്റെ മണവും പ്രകൃതിയുടെ കുളിരും ഗ്രാമജീവിതത്തിന്റെ നന്മയും അതിൽ അലിഞ്ഞു ചേർന്നിരിക്കുന്നു.
വലിയമ്മയുടെ കരുതലും സ്നേഹസ്പർശവും ചേർന്നതുകൊണ്ടാണ് ആ കൊയക്കട്ടയ്ക്ക് മറ്റെല്ലാ പലഹാരങ്ങളെക്കാളും മധുരവും രുചിയും തോന്നുന്നത്. വലിയമ്മയുടെ കൈകളുടെ സ്പർശത്തെ എങ്ങനെയാണ് വിശേഷിപ്പിച്ചിട്ടുള്ളത്? വലിയമ്മയുടെ കൈകളുടെ സ്പർശത്തെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും കരുതലിന്റെയും പ്രതീകമായിട്ടാണ് കവിതയിൽ വിശേഷിപ്പിച്ചിരിക്കുന്നത്. പനി വരുമ്പോൾ നെറ്റിയിൽ നനഞ്ഞ തുണി വെച്ച് ചൂട് കുറയ്ക്കുകയും മുറിവുണ്ടാവുമ്പോൾ നാട്ടുമരുന്ന് ഉപയോഗിച്ച് വേദന ശമിപ്പിക്കുകയും ചെയ്യുന്ന ആശ്വാസ സ്പർശമാണ് ആ കൈകൾ. അതുകൊണ്ട് വലിയമ്മയുടെ കൈകൾ സ്നേഹവും കരുതലും രോഗശാന്തിയും പകരുന്ന കൈകളായി കവിതയിൽ ചിത്രീകരിച്ചിരിക്കുന്നു. പ്രകൃതിയിലും ജീവിതത്തിലും വന്നു ചേർന്ന മാറ്റങ്ങൾ സൂചിപ്പിക്കുന്ന വരികൾ കണ്ടെത്തി എഴുതാനാണ് കൂട്ടുകാരത് നോക്കി എഴുതിയെടുക്കുക. ചിത്രം വരയ്ക്കുന്ന വാക്കുകൾ. മുകളിൽ തന്നിരിക്കുന്ന വരികൾ വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിത്രം തെളിഞ്ഞു വരും അല്ലേ? നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യും. ആ പാടവരമ്പും വലിയമ്മ പാടവരമ്പത്തൂടി വരുന്നതും കുറമ്പയൊക്കെ ചൂടി വരുന്നതൊക്കെ നമുക്ക് മനസ്സിൽ കാണാൻ കഴിയുന്നില്ല. അപ്പൊ അതുപോലെ ഇഷ്ടപ്പെട്ട ഒരു കാഴ്ചയെ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട ഒരാളെ വാക്കുകൾ കൊണ്ടുള്ള ചിത്രമായി ആവിഷ്കരിക്കാനാണ്. അത് പദ്യമായിട്ടോ ഗദ്യമായിട്ടോ എഴുതാം. ഒരു 4 ഓപ്ഷൻസ് 4 രീതിയിൽ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം അത് എഴുതിയെടുക്കുക കേട്ടോ. അടുത്ത ആക്ടിവിറ്റി ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ്. അപ്പോൾ ഒന്ന് വായിച്ചു തരാം, ശേഷം എഴുതിയെടുക്കുക കേട്ടോ. ദിവാകരൻ വിഷ്ണുമംഗലം രചിച്ച കൊയക്കട്ട എന്ന കവിത കുട്ടിക്കാലത്തെ മധുരമുള്ള ഓർമ്മകളിലൂടെയും വലിയമ്മയോടുള്ള സ്നേഹബന്ധത്തിലൂടെയും നമ്മെ ഗ്രാമീണ ജീവിതത്തിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നു. കവിതയുടെ തുടക്കത്തിൽ മലഞ്ചെരുവിലെ പുരകളിൽ മിന്നാമിനുങ്ങുകളെ പോലെ മിന്നിക്കത്തുന്ന ചിമ്മിനിക്കൂടുകൾ എന്ന മനോഹരമായ ദൃശ്യം ഒരു ഗ്രാമീണ സായാഹ്നം നമ്മുടെ മനസ്സിൽ വരച്ചിടുന്നു. മഴ ചിന്നുന്ന സന്ധ്യാസമയത്ത് ചരൽക്കുന്നുകളും മരങ്ങളും കടന്ന് വലിയമ്മ വരുന്നതും അവരെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന കുട്ടിയുടെ മനസ്സും കവിതയിൽ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്നു. വലിയമ്മയുടെ മടിക്കുത്തിൽ ഭദ്രമായി പൊതിഞ്ഞു കൊണ്ടുവരുന്ന കൊയക്കട്ട വെറും ഒരു പലഹാരമല്ല, അത് സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും കരുതലിന്റെയും പ്രതീകമാണ്. വലിയമ്മയുടെ കൈകളിലെ സ്നേഹസ്പർശവും അവരുടെ കരുതലും ആ കൊയക്കട്ടയ്ക്ക് മറ്റെന്തിനും പകരം വയ്ക്കാനാകാത്ത മാധുര്യം നൽകുന്നു. പനി വരുമ്പോൾ നെറ്റിയിൽ നനഞ്ഞ തുണി വെച്ച് ആശ്വാസം നൽകുന്നതും മുറിവേൽക്കുമ്പോൾ നാട്ടുമരുന്ന് ഉപയോഗിച്ച് ശുശ്രൂഷ ചെയ്യുന്നതും വലിയമ്മയുടെ സ്നേഹവും അനുഭവ സമ്പത്തും വ്യക്തമാക്കുന്നു. വലിയമ്മയുടെ ജീവിതാനുഭവങ്ങളും സ്നേഹവും കരുതലും കുട്ടിക്ക് ജീവിത പാഠങ്ങളായി മാറുന്നു. അതിലൂടെ നമ്മുടെ സംസ്കാരവും പാരമ്പര്യവും കുടുംബ ബന്ധങ്ങളുടെ മൂല്യവും കവി ഓർമ്മപ്പെടുത്തുന്നു. കാലം കടന്നു പോകുമ്പോൾ പഴയ ഗ്രാമവും പാടങ്ങളും മാറി നഗരങ്ങൾ ഉയരുന്നു. വലിയമ്മയും ഓർമ്മകളുടെ കരിമ്പടം പുതച്ച് മറഞ്ഞു പോകുന്നു. പല ദേശങ്ങളിൽ നിന്നുള്ള വിലയേറിയ പലഹാരങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിലും വലിയമ്മ സ്നേഹത്തോടെ കൊണ്ടുവന്ന കൊയക്കട്ടയുടെ രുചി മറ്റൊന്നിനും നൽകാൻ കഴിഞ്ഞിട്ടില്ലെന്ന് കവി ഹൃദയസ്പർശിയായി പറയുന്നു. ലളിതമായ ഭാഷയും ഗ്രാമീണ പശ്ചാത്തലവും ഹൃദയത്തെ സ്പർശിക്കുന്ന ഓർമ്മകളും മനോഹരമായ ദൃശ്യവിവരണങ്ങളും ഈ കവിതയെ കൂടുതൽ ആസ്വാദ്യകരമാക്കുന്നു. വായനക്കാരുടെ മനസ്സിൽ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും മധുരമുള്ള ഓർമ്മകൾ ഉണർത്താൻ ഈ കവിതയ്ക്ക് കഴിയുന്നു. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭാഗം വലിയമ്മയുടെ മടിക്കുത്തിൽ പൊതിഞ്ഞു കൊണ്ടുവരുന്ന കൊയക്കട്ടയെ സ്നേഹത്തിന്റെയും വാത്സല്യത്തിന്റെയും പ്രതീകമായി അവതരിപ്പിച്ച ഭാഗമാണ്. പല വിലയേറിയ പലഹാരങ്ങൾ കഴിച്ചിട്ടും വലിയമ്മയുടെ കൊയക്കട്ടയുടെ രുചി മറക്കാനാകില്ലെന്ന കവിയുടെ ഓർമ്മ ഓരോ വായനക്കാരുടെയും ഹൃദയത്തെ സ്പർശിക്കുന്നതാണ്. പലഹാരപ്പൊതിയും നഗരത്തി വിഭവങ്ങളും. വീടുകളിൽ ഉണ്ടാക്കുന്ന പലഹാരങ്ങൾക്ക് പകരം നഗരത്തിലെ ഭക്ഷ്യവിഭവങ്ങൾ പ്രചാരത്തിലായി. നമ്മുടെ ഭക്ഷണശീലങ്ങളിലും മാറ്റം വന്നു. ഭക്ഷണ വിഭവങ്ങളിലും ഭക്ഷണശീലത്തിലും വന്ന മാറ്റങ്ങളെക്കുറിച്ച് ക്ലാസ്സിൽ ഒരു ചർച്ച നടത്തും. ചർച്ചയിലൂടെ കണ്ടെത്തിയ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ച് ചുമർപത്രം തയ്യാറാക്കി ക്ലാസ്സിൽ പ്രദർശിപ്പിക്കുമല്ലോ. അപ്പോൾ കൂട്ടുകാർ, ഇത് ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനമാണ്. ആഹാരശീലങ്ങളിൽ ഉണ്ടായ മാറ്റങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് ചർച്ച ചെയ്യാം. അതുപോലെ നാടൻ വിഭവങ്ങളും അതുപോലെ ഫാസ്റ്റ് ഫുഡ് വിഭവങ്ങളും ഇവയെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്യാം. അതിൻ്റെ ഗുണദോഷ വശങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാം. ഇനി ചുമർ പത്രിക തയ്യാറാക്കുമ്പോൾ ഒരു ഹെഡിങ് കൊടുക്കാൻ നോക്കുക. മാറുന്ന ഭക്ഷണശീലങ്ങൾ എന്നോ മറ്റോ കൊടുക്കുക. ശേഷം ഒരു ചെറിയ പാരഗ്രാഫിൽ നമ്മുടെ നാടൻ വിഭവങ്ങളും ഫാസ്റ്റ് ഫുഡ് വിഭവങ്ങളെക്കുറിച്ചും മാറിയ ഭക്ഷണശീലങ്ങളെക്കുറിച്ചും നിങ്ങൾക്ക് അതിൽ കൊടുക്കാം. അതുപോലെ ചുമർ പത്രിക കൂടുതൽ ആകർഷകമാക്കാനായിട്ട് വീട്ടുപലഹാരങ്ങളുടെ ചിത്രങ്ങളും ഫാസ്റ്റ് ഫുഡ് ചിത്രങ്ങളും ഇതെല്ലാം കൊടുക്കുക. അതുപോലെ അതിൻ്റെ ഗുണങ്ങൾ ദോഷങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ചുമർ പത്രികയിൽ
ചെറിയ രീതിയിൽ എഴുതി കൊടുക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള രീതിയിലൊക്കെ ചുമർ പത്രിക തയ്യാറാക്കുക. ശേഷം നമ്മുടെ വീട്ടിലുണ്ടാക്കുന്ന പലഹാരങ്ങളുടെ റെസിപ്പിയോ എന്തെങ്കിലുമൊക്കെ നാടൻ പലഹാരങ്ങളുടെ റെസിപ്പിയൊക്കെ നിങ്ങൾക്ക് അതിൽ ആഡ് ചെയ്യാം. ഈ രീതിയിൽ ചുമർ പത്രിക കൂടുതൽ ആകർഷകമാക്കുക കേട്ടോ. ഇത്രയാണ് നമ്മളുടെ ആക്ടിവിറ്റീസ് ഉള്ളത്. നല്ല രീതിയിൽ മാക്സിമം നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പറയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ക്ലാസ്സുകൾ ഇഷ്ടമായിട്ടുണ്ട്, മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്ലാസ് ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.